നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി മാറാൻ പോകുന്ന ചില വിലയിരുത്തലുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുകയാണ്. അതിലേറ്റവും പ്രധാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വോളോഡിമർ സെലൻസ്കി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയിൽ റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈൻ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ആവശ്യപ്പെടുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ദീർഘദൂര മിസൈലുകൾ അടക്കമാണ് ആവശ്യപ്പെടാൻ പോകുന്നത്. സെലൻസ്കി അതിന് സമ്മർദ്ദം ചെലുത്തിയാൽ അമേരിക്ക വഴങ്ങിയേക്കും. യുഎസിന്റെ ദീർഘദൂര മിസൈലായ ടോമോഹോക്ക് അടക്കം യുക്രൈന് നൽകിയാൽ അത് വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കുക. സമഗ്ര വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ട്. പോറ്റിക്ക് പിന്നിൽ ആര്? ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒത്താശയോടെ 2 കിലോയോളം സ്വർണം തട്ടിയെടുത്തുവെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പോറ്റിയുടെ നടപടി ആചാര ലംഘനമെന്നും കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ. ഈ മാസം 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. മേൽശാന്തി നറുക്കെടുപ്പ് നാളെ. കട്ടെടുത്തതിന് കണക്കില്ല. പെരുമ്പാവൂർ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ കണക്കുകൾ ആവശ്യപ്പെട്ട് നാഗഞ്ചേരി മന. നിലവറയിൽ 200 കിലോ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്നത് അത് ഇപ്പോൾ ഇല്ല, അതിൻ്റെ രേഖകളില്ല, സാധനമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് ദേവസ്വം ബോർഡിൽ നിന്നും വിവരാവകാശ കമ്മീഷനിൽ നിന്നും എനിക്ക് ലഭിച്ചത്. 200 കിലോ സ്വർണം ക്ഷേത്രത്തിന് സമർപ്പിച്ചിരുന്നുവെന്ന് നാഗഞ്ചേരി മന. വിവരാവകാശ അപേക്ഷ തള്ളി ദേവസ്വം ബോർഡ്. നിയമത്തിന്റെ വഴിയെ. ഹിജാബ് വിഷയത്തിൽ സെന്റ് റീത്ത സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ഹിജാബ് ധരിക്കാമെന്ന DDEയുടെ ഉത്തരവിന് സ്റ്റേ ഇല്ല. കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന് കുടുംബം. സ്കൂൾ നിയമം അനുസരിച്ചാൽ വിദ്യാർത്ഥിയെ സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ. ഹിജാബിനെതിരെ പറഞ്ഞത് ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പൽ എന്ന് വിദ്യാഭ്യാസ മന്ത്രി. കയ്യിലൊതുങ്ങാത്ത നേതാക്കൾ. കോൺഗ്രസ് പുനഃസംഘടനയിൽ അതൃപ്തി പുകയുന്നു. പട്ടികയിൽ വിയോജിപ്പുമായി കെ മുരളീധരനും ചാണ്ടി ഉമ്മനും. പുതിയ നേതൃത്വത്തിൽ സംതൃപ്തരെന്ന് KPCC അധ്യക്ഷൻ. ആരോഗ്യം ICUവിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധി. ഹൃദയ ശസ്ത്രക്രിയ ഭാഗികമായി നിലച്ചു. ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് കോടികളുടെ കുടിശ്ശിക. അവശ്യ മരുന്നുകൾക്ക് ക്ഷാമം. ടോപ് 10 സ്പെഷ്യൽ. നേരറിയാൻ നടപടി. ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അന്വേഷിക്കുക സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് BS ചൗഹാൻ. കേന്ദ്ര നീക്കം സംഘർഷമുണ്ടായി 1 മാസമാകുമ്പോൾ. മോഡിയോടെ പുതിയ സഭ. ഗുജറാത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ഉൾപ്പെടെ 26 പേർ മന്ത്രിസഭയിൽ. ഹർഷ് സാംഘി ഉപമുഖ്യമന്ത്രി. മന്ത്രിസഭ അഴിച്ചുപണിയുന്നത് ഭരണവിരുദ്ധ വികാരം മറികടക്കാം. മെസ്സി വീണ്ടും മിസ്സായി. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിൽ കളിക്കാനെത്തില്ലെന്ന് റിപ്പോർട്ട്. പര്യടനം മാറ്റുന്നത് ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ സംഘാടകർക്ക് സാധിക്കാത്തതിനാലെന്ന് വിവരം. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് 71 റൺസ് ലീഡ്. പഴയ പടി മതി. പാലിയക്കരയിൽ ടോൾ പിരിവിന് ഉപാധികളോടെ അനുമതി നൽകി ഹൈക്കോടതി. പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി. ടോൾ ബൂത്തിന് സുരക്ഷ കൂട്ടി പോലീസ്. വിധി നിരാശാജനകമെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത്.
സ്റ്റോറി ഓഫ് ദി ഡേ നാടകോത്സവത്തിലൂടെ ഒരു കൈത്താങ്. ഈ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്ത വാർത്തയിലേക്കാണ് ആദ്യം. സ്വർണം പങ്കിട്ടു, ഗൂഢാലോചന നടത്തി. ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉന്നം വയ്ക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് 2 കിലോയോളം സ്വർണം തട്ടിയെടുത്തത് എന്നുള്ള വിവരമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നത്. വലിയ അളവിൽ സ്വർണം സ്പോൺസർമാരിൽ നിന്ന് വാങ്ങിയെന്നും പാളികൾ പലയിടത്തും കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കിയെന്നുമൊക്കെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് വ്യാജരേഖയുടെ തുടക്കക്കാരൻ എന്നുകൂടി റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടിയാണ് പ്രധാനമായും നോക്കേണ്ടത്. കുടുക്കിയവർ പുറത്തു വരുമെന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത SIT സംഘം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പുലർച്ചെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോയി. ചോദ്യം ചെയ്യലിൽ തന്നെ വലിയൊരു ഗൂഢാലോചനയാണ് നടന്നതെന്നും സ്വർണ്ണക്കവർച്ചയ്ക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും തക്കതായ പ്രതിഫലം നൽകിയെന്നതുമടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലും കോടതി നടപടികളും രഹസ്യ സ്വഭാവത്തോടെയാണ് നടന്നത്. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കുമെന്ന കാരണത്താൽ 14 ദിവസത്തേക്ക് പോറ്റിയെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. 9 പേജുള്ള വിശദമായ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കവർച്ച നടത്തിയതെന്ന നിർണായക വിവരമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് വ്യാജരേഖയുടെ തുടക്കക്കാരനെന്നും ചൂണ്ടിക്കാട്ടുന്നു. പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി ഉരുക്കിയെടുത്ത ശേഷം വളരെ ചെറിയ തോതിൽ വീണ്ടും പൂശാൻ ഉപയോഗിച്ചത് ഉരുക്കിയെടുത്ത സ്വർണമായിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്പോൺസർമാരിൽ നിന്നും വലിയ അളവിൽ സ്വർണം ഇതിനായി വേറെ വാങ്ങിയാണ് പൂശിയത്. അതിനാൽ 2 കിലോയോളം വരുന്ന യഥാർത്ഥ തൊണ്ടി മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണപ്പാളികൾ പലയിടത്തും കൊണ്ടുപോയി പ്രദർശിപ്പിച്ചും പണമുണ്ടാക്കി. സ്വർണം ഉരുക്കി മാറ്റിയതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കുണ്ടെന്ന വിവരവും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. വലിയൊരു ആസൂത്രണമാണ് ഇതിനു പിന്നിൽ നടന്നതെന്നും വിശ്വാസം വ്രണപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ആചാരലംഘനം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂട്ടുപ്രതികളുടെ പങ്കും വ്യക്തമാകണം. അന്യായമായി കൂടുതൽ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും അതിലൂടെ ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തന്നെ കുടുക്കിയെന്നും കുടുക്കിയവർ ദൈവത്തിനു മുന്നിൽ വരുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. പത്തനംതിട്ടയിൽ നിന്നും വൈകിട്ടോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. ഇനി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെളിവെടുപ്പ് അടക്കം നടക്കുമ്പോൾ എല്ലാം തെളിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അന്വേഷണത്തിൽ എല്ലാം തെളിയേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടേണ്ടതുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ ഉണ്ടായത്. നേതാക്കൾ അവരുടെ ഭാഗം കൃത്യമായി വിശദീകരിക്കുന്നു. പോറ്റി കുടുങ്ങിയാൽ സർക്കാർ കുടുങ്ങുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കവർച്ചയുടെ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ഇനി ധാരാളം അറസ്റ്റുകൾ ഉണ്ടാകും എന്നായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പോറ്റി കുടുങ്ങിയാൽ സർക്കാർ കുടുങ്ങും. കടകംപള്ളി പോറ്റിയെ പുകഴ്ത്തുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണെന്നും VD സതീശൻ പറഞ്ഞു. ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവര് നടപടിയെടുത്തില്ല? പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങുമെന്ന് ഇവർക്ക് അറിയായിരുന്നു. പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യമാണെന്നും സ്വർണം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ 10 ദിവസമെടുത്തു. പോറ്റി മാത്രമല്ല, പോറ്റിയെ പോറ്റിയവരുമുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അതിലെ ഒരു പ്രതിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. അത്രയും മുന്നോട്ട് വന്നത് അംഗീകരിക്കുന്നു. പക്ഷേ പോറ്റി മാത്രമല്ല, പോറ്റി വളർത്തിയവരുണ്ട്. പോറ്റിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി വളർന്നവരുണ്ട്. കവർച്ചയിൽ ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അയ്യപ്പന്റെ ഒരു സ്വത്തും നഷ്ടപ്പെടാതെ തിരിച്ചുപിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുറ്റവാളികളെയെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ആർക്കും ഒരു സംരക്ഷണവും ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട്
ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചു പിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേസിൽ ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും 6 ആഴ്ച ക്ഷമയോടെ കാത്തിരിക്കണമെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകും. ശരിയായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. 6 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കണം. 6 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ ഈ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യം നിശ്ചയമായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. ശബരിമലയിൽ സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾ കേസിലെ തൊണ്ടി മുതലാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. തെളിവായി കോടതിയിൽ സൂക്ഷിക്കേണ്ടവയാണ് സ്ഥാപിച്ചത്. ദേവസ്വം ബോർഡ് തിടുക്കപ്പെട്ട് സ്ഥാപിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ദ്വാരപാലക ശില്പപ്പാളികൾ അവിടെ പുനഃപ്രതിഷ്ഠിക്കുകയാണ്. വാസ്തവത്തിൽ അത് തൊണ്ടി സാധനമാണ്. പക്ഷേ ദേവസ്വം ബോർഡ് വളരെ തിടുക്കത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. എന്തിനാണ്? ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രതികരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടുകൊണ്ട് മാത്രം ആയില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രതികരണം. പോറ്റിയെ മുന്നിൽ നിർത്തി മോഷണം നടത്തിയവരെ പിടികൂടുന്നില്ല. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടാക്കി 7.5 പൊന്നാനയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് വരുത്തി തീർക്കുകയും 7.5 പൊന്നാന സ്വർണം പൂശാനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും തിരുവഞ്ചൂർ ഓർമ്മപ്പെടുത്തുകയാണ്. ചെയ്യിക്കുന്ന ആളുകളുണ്ട്. പോറ്റി യഥാർത്ഥത്തിൽ ഒരു കാലയാപനത്തിന് വേണ്ടി എവിടെയെങ്കിലും ചെന്നപ്പെട്ടതായിരിക്കാം. പോറ്റിയെ മുഖം കാണിച്ച് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ മോഷണം നടത്തിയിട്ടുള്ള ആളുകളെ പിടിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. മോഷണം നടന്നതിൻ്റെ ഒരു കണക്ക് ഇവിടെ പറഞ്ഞു. ശബരിമലയിലെ സന്നിധാനത്തിൽ നിന്നുള്ള ഉരുപ്പടികളെല്ലാം കൊണ്ടുപോയതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സ്വർണം പൂശാൻ പോയി, പക്ഷെ ഈ ചെമ്പ് മാത്രമായി തിരിച്ചു വന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ചെമ്പ് തെളിഞ്ഞ ഒരു സംഭവമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റുമാനൂരിൽ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെക്കുറിച്ച് ഇവിടുത്തെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. 7.5 പൊന്നാന എങ്ങനെ ശ്രീകോവിലിൻ്റെ പുറത്ത് വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പ്രതികരണങ്ങളും അങ്ങനെ തുടരുമ്പോഴും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുടങ്ങാതെ നടക്കുകയാണ്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറന്നു. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. നാളെ മേൽശാന്തി നറുക്കെടുപ്പും നടക്കുകയാണ്. ഒപ്പം തന്നെ വിവാദങ്ങൾക്ക് തുടക്കമിട്ട ആ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ പുനഃസ്ഥാപിച്ചു. ശില്പപാളിയുടെ തൂക്കത്തിൽ വർധനയുണ്ടായതായും ഭഗവാന്റെ 1 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടാലും തിരികെ പിടിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു. മണിമുഴക്കി ശരണം വിളികളുമായി അയ്യപ്പ ഭക്തരുടെ സാന്നിധ്യം ഭഗവാനെ അറിയിച്ച് വൈകിട്ട് 4 മണിയോടെയാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺ നമ്പൂതിരിയാണ് തിരുനട തുറന്നത്. തുടർന്ന് മേൽശാന്തി 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി ജ്വലിപ്പിച്ചതിനു ശേഷമാണ് ഇരുമുടിക്കെട്ടുമായി എത്തിയ അയ്യപ്പ ഭക്തരെ 18-ാം പടി കയറി ദർശനത്തിന് അവസരം നൽകിയത്. 5 മണിയോടെ ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിച്ചു. ഭക്തരുടെ ദർശനം തുടരുന്നതിനിടയിൽ ആദ്യം വലതുവശത്തെയും പിന്നീട് ഇടതുവശത്തെയും 2 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ പുനഃസ്ഥാപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം വിവാദമായതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു പാളികളുടെ പുനഃസ്ഥാപനം. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്വർണം പൂശിയ ചെമ്പുപാളികൾ ഉറപ്പിച്ചത്. നടപടിക്രമങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയായി. ദ്വാരപാലക ശില്പങ്ങൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാണ് അത് പൂർത്തിയാക്കിയത്. ശുദ്ധികലശ കർമ്മങ്ങളും കഴിഞ്ഞു. അതേസമയം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പിനുള്ള നറുക്കെടുപ്പ് നാളെ സന്നിധാനത്ത് നടക്കും. തുലാമാസ പൂജകളുടെ അവസാന ദിനമായ 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തും. പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റണ്ണും ഇന്ന് നടന്നു.
കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്ന് ശബരിമലയിലും പമ്പയിലും ഒരുക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അറസ്റ്റടക്കം പുരോഗമിക്കുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പഴയ ശോഭയോടുകൂടി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ശബരിമല ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിലെ സ്വർണ്ണമടക്കമുള്ള സ്വത്തുവകകൾ കാണാതായതുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ വാർത്തകൾ വരികയാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ് പെരുമ്പാവൂർ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റേത്. നാഗഞ്ചേരി മന 200 കിലോ സ്വർണം ക്ഷേത്രത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനയിലെ അംഗം ഗണപതി നമ്പൂതിരി പറയുന്നത്. എന്നാൽ അദ്ദേഹം ചോദിച്ച വിവരാവകാശ രേഖയ്ക്ക് ദേവസ്വം ബോർഡ് നൽകിയ മറുപടി ക്ഷേത്രത്തിലേക്ക് ലഭിച്ചിട്ടുള്ള സ്വർണത്തിന്റെ കണക്കുകൾ ലഭ്യമല്ല എന്നാണ്. അതിന് പറയുന്ന ന്യായവും വിചിത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളായതിനാലാണത്രേ ലഭ്യമല്ലാത്തത്. നാഗഞ്ചേരി മനയുടെ അധീനതയിലായിരുന്നു ഇരിങ്ങോൽ ക്ഷേത്രം. പരാതിക്കാരനായ ഗണപതി നമ്പൂതിരിയുടെ മുത്തച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്ക് കൈമാറിയത്. 200 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ളവയായിരുന്നു സ്വത്തുക്കളെന്ന് പരാതിക്കാരനായ ഗണപതി നമ്പൂതിരി വ്യക്തമാക്കുന്നു. ഇതിന്റെ ഇന്നത്തെ അവസ്ഥ അറിയുന്നതിനാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിവരാവകാശ അപേക്ഷ നൽകിയത്. 200 കിലോ സ്വർണ്ണാഭരണ ലിസ്റ്റ്, തൂക്കം, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറെ വർഷങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ പകർപ്പ് എന്നിവയാണ് വിവരാവകാശ അപേക്ഷ മുഖാന്തരം ആവശ്യപ്പെട്ടത്. എന്നാൽ ദേവസ്വം ബോർഡ് കൈകഴുകി. 50 വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ ലഭ്യമല്ല എന്നായിരുന്നു ബോർഡിന്റെ മറുപടി. അന്ന് മഹാരാജാവിനെ അച്ഛൻ നേരിട്ട് പോയി കണ്ട്, മുത്തശ്ശനും അച്ഛനും പോയി കണ്ടു പറഞ്ഞാൽ ഭീമമായൊരു സമ്പത്തുണ്ട്, നശിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനൊരു സംരക്ഷണം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് മന്നത്ത് പത്മനാഭനെ പ്രസിഡൻ്റായിട്ട് ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്ഷേത്രവും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഇല്ലത്തെ നിലവറയിൽ 200 കിലോ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച് വച്ചിരുന്നത് അത് ഇപ്പോൾ ഇല്ല, അതിൻ്റെ രേഖകളില്ല, സാധനമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് ദേവസ്വം ബോർഡിൽ നിന്നും വിവരാവകാശ കമ്മീഷനിൽ നിന്നും എനിക്ക് ലഭിച്ചത്. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ നിന്നോ ദേവസ്വം മേലോഫീസിൽ നിന്നോ കൃത്യമായ മറുപടി ലഭിച്ചില്ല. കേരളത്തിലെ പ്രബലരായ ജന്മി കുടുംബമായിരുന്നു നാഗഞ്ചേരി മനക്കാർ. നിരവധി സ്വത്തുക്കളും ഇവർക്കുണ്ടായിരുന്നു. അതാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിലേക്ക് എത്തിയത്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3000 കോടി രൂപയുടെ സ്വർണ്ണമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന മന്നത്ത് പത്മനാഭ, അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 200 പവൻ ബ്രിട്ടൻ പവൻ കൊണ്ടുണ്ടാക്കിയ തങ്ക അങ്കിയുണ്ട്. ആ അങ്കിയിൽ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇരിങ്ങോൽക്കാവിൽ മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ ഭാഗമായി ദേവസ്വം ബോർഡുകളിലേക്ക് എത്തിയ സ്വത്തുക്കൾക്കൊന്നും ശരിയായ കണക്കോ പരിശോധനകളോ ഇല്ലേ എന്നതാണ് പ്രധാന ചോദ്യം. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഗണപതി നമ്പൂതിരിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും AT അശ്വതി നൽകും. അശ്വതി, റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് നൽകിയ മറുപടിയാണ് വിചിത്രം. വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖ ഇല്ല എന്ന് ദേവസ്വം ബോർഡ്, അങ്ങനെ വെറുതെ ഒരു കാര്യം പറഞ്ഞ് കൈയൊഴിയാൻ ദേവസ്വം ബോർഡിന് കഴിയുമോ? ശരിക്കും ക്ഷേത്രത്തിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ടതല്ലേ? അത് നൽകേണ്ടതുമല്ലേ വിവരാവകാശ നിയമപ്രകാരം? ഇനി നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ, പരാതിക്കാരൻ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ? കേരളത്തിലെ വളരെ പ്രബലരായ കുടുംബമായിരുന്നു നാഗഞ്ചേരി മന. ഇവിടുത്തെ ആളുകളാണ് പണ്ട് ഈ സ്വത്തുക്കളെല്ലാം തന്നെ, ഇരിങ്ങോൽക്കാവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളെല്ലാം തന്നെ ദേവസ്വം ബോർഡിനെ കൈമാറിയത്. 200 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ ഇത്തരത്തിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് നിലവിലെ അംഗമായ ഗണപതി നമ്പൂതിരി അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു രേഖകളും ദേവസ്വം ബോർഡിൻ്റെ കൈവശമില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ RTA അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള രേഖകളാണ് മിക്കതും. അതായത് ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചില ഉടമ്പടികളുണ്ട്, അതൊക്കെ 50 വർഷത്തിന് മുകളിലുള്ളതാണ്. അത് നൽകാതിരിക്കാം, കാരണം അത്രയധികം പഴക്കമുള്ളത് ആ രേഖകളുടെ കോപ്പി നൽകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഏതൊക്കെ ആഭരണങ്ങളാണ് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് പോലും ദേവസ്വം ബോർഡിൻ്റെ പക്കൽ ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് വിധത്തിലാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത്, പഴയ ആഭരണങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ തൂക്കം, അതിൻ്റെ ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അതുപോലും ഇല്ല എന്നതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. സമാനമായ രീതിയിൽ മറ്റ് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. സ്ത്രീകൾ
സ്വന്തം വീട്ടിലും അല്ലെങ്കിൽ താമസിക്കുന്ന ഹോസ്റ്റലിലും ഒന്നും സുരക്ഷിതരല്ല എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. തലസ്ഥാനത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചതായി പരാതി. ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായ യുവതിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ പീഡിപ്പിച്ചത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അൻഫ്ലിറ്റ് ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫ്ലിറ്റ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് എവിടെയും സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. തിരുവനന്തപുരത്ത് അതും പ്രത്യേകിച്ച് വളരെയധികം ആളുകൾ ഉള്ള കഴക്കൂട്ടം പോലുള്ള ഒരു IT ഹബ്ബിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുക എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. അതിന് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴക്കൂട്ടത്തെ ഹോസ്റ്റലിൽ IT ജീവനക്കാരി, ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ്. 21 വയസ്സേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങി ഹോസ്റ്റലിലെത്തി ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന യുവതിയെ ഹോസ്റ്റൽ റൂം തല്ലിപ്പൊളിച്ച് അകത്ത് അക്രമി കയറി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഞെട്ടി ഉണർന്ന യുവതി ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു. പ്രതിയെ കണ്ടാൽ തിരിച്ചറിയില്ല, ആദ്യമായാണ് കാണുന്നത്, കണ്ടാൽ തിരിച്ചറിയില്ല എന്നാണ് യുവതി പറയുന്നത്. പേടിച്ചുപോയ യുവതി ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിക്കുകയും അവരത് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിക്കായി ഊർജിതമായ തെരച്ചിൽ കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത്. കാരണം ഹോസ്റ്റലിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന യുവതിയാണ് വാതിൽ തല്ലിപ്പൊളിച്ച് ഒരു പ്രതി പീഡിപ്പിച്ചുവെന്ന് പരാതി വന്നിരിക്കുന്നത്. ശരി, അൻഫ്ലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹോസ്റ്റൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി ഒരു യുവതിയെ പീഡിപ്പിക്കാൻ മാത്രം ധൈര്യം ഒരു യുവാവിന് അതുപോലുള്ള ഒരു IT ഹബ്ബിന് പരിസര പ്രദേശത്ത് ഉണ്ടായി എന്നുള്ളത് തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒപ്പം അന്വേഷണം അതിൻ്റെ കൃത്യമായ രീതിയിൽ നടക്കട്ടെ, പ്രതിയിലേക്ക് കാര്യമായി എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് പ്രതിയെ പിടിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അൻഫ്ലിറ്റാണ് വിശദാംശങ്ങൾ നൽകിയത്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങളൊക്കെ ദിവസവും തുടരുകയാണ്. കേസും കോടതിയുമായി അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഹിജാബ് വിവാദത്തിൽ കുട്ടികളെ വേർതിരിച്ച് കാണുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉയർത്തിയത്. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ഹർജി സർക്കാരിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ശിരോവസ്ത്രം ധരിക്കുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് DDE നേരത്തെ നൽകിയത്. ഇതിനെതിരെയാണ് സ്കൂള് ഹൈക്കോടതിയിൽ ഹർജിയുമായി മുന്നോട്ട് പോയത്. ആ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് ഇടപെടാതിരുന്നത്. ഹിജാബ് ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്ന എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നായിരുന്നു സ്കൂളിന്റെ ആവശ്യം. സ്കൂളിന് പോലീസ് സംരക്ഷണം അനുവദിച്ചെങ്കിലും ഹിജാബ് വിഷയത്തിൽ കോടതി ഇടക്കാല ഉത്തരവ് നൽകിയില്ല. ഹർജിയിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. സ്കൂളിൽ അനുവദനീയമായ യൂണിഫോം ധരിച്ച് എത്തണമെന്നും ഹിജാബ് ഉപയോഗിക്കുമെന്ന് നിർബന്ധം പിടിക്കാനാവില്ലെന്നുമായിരുന്നു സ്കൂളിന്റെ നിലപാട്. സംഭവം വിവാദമായതോടെ കുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കണമെന്ന് DD പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു. ഇതാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. അമൃത ന്യൂസ്, കൊച്ചി. ഹിജാബ് വിഷയത്തിൽ പക്ഷേ തർക്കം ഒരിക്കലും തീരില്ല എന്നാണ് തോന്നുന്നത്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഹിജാബ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പഠനം തുടരാൻ താല്പര്യമില്ല എന്നുകൂടി കുട്ടിയും കുടുംബവും അറിയിക്കുകയാണ്. കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് എന്നാണ് പിതാവ് പറയുന്നത്. എന്നാൽ സ്കൂളിൽ ഇത് മാറ്റി പറയുകയാണ്. സ്കൂൾ നിയമങ്ങൾ പാലിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്നുള്ള ഒരു പ്രതികരണമാണ് സ്കൂൾ പ്രിൻസിപ്പൽ നൽകുന്നത്. പള്ളുരുത്തി ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കാനാണ് പിതാവ് അനസിന്റെ തീരുമാനം. ഇക്കാര്യം കുട്ടി തന്നെ ആവശ്യപ്പെട്ടു എന്നും കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കി. സെന്റ് റീത്ത സ്കൂളിൽ നിന്നും TC വാങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും. എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ, അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതേസമയം സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് പ്രിൻസിപ്പൽ ഹെലീന ആൽബി വ്യക്തമാക്കി. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും
നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. കുട്ടികൾക്ക് വേണ്ടതെല്ലാം സ്കൂൾ നൽകുന്നുണ്ട്. കുട്ടി സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ തീരുമാനിച്ച കാര്യം നിലവിൽ അറിയില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ഹിജാബ് വിവാദത്തിന് പിന്നിൽ ആര്? ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്യം എന്ത്? അത്തരം നിരവധി ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. അദ്ദേഹം ഓരോ സമയം പറയുന്ന വാക്കുകളിലും നിലപാട് കുറച്ച് കൂടുതൽ കടുപ്പിക്കുകയാണ്. ആദ്യ ദിവസത്തെ നിലപാടല്ല പിന്നീടുണ്ടായത്. ഇന്ന് തന്നെ 2 തവണയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. ഓരോ തവണയും അദ്ദേഹം നിലപാട് കുറച്ച് കൂടുതൽ കടുപ്പിക്കുകയാണ്. ഭരണഘടനാപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള സൂക്ഷ്മത കാണിക്കണമെന്ന് മന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയെ സംരക്ഷിക്കാൻ മന്ത്രി ശിവൻകുട്ടി സൃഷ്ടിച്ച വിവാദമാണിതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ശിരോവസ്ത്ര വിവാദത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് ചേരാത്തതുമാണ്. സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ കടന്നുകയറാനോ അതിനെതിരായി സ്വന്തം ചട്ടങ്ങൾ ഉണ്ടാക്കുവാനോ ഒരു സ്കൂൾ മാനേജ്മെന്റിനും അധികാരമില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ദേവസ്വം മന്ത്രിയെ സംരക്ഷിക്കാൻ മന്ത്രി ശിവൻകുട്ടി സൃഷ്ടിച്ചതാണ് ഹിജാബ് വിവാദമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. ഹിജാബ് വിവാദവും RSSനെതിരെ വന്ന ആത്മഹത്യാ വിവാദവും ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രദ്ധ തിരിക്കാൻ CPM-ഉം ഇന്നലെ ശിവൻകുട്ടി അവിടെ ഒരു സെയിൻറ്റ് റീറ്റ സ്കൂളിൽ ഒരു കോൺട്രവേഴ്സി മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി? ശബരിമലേൻ്റെ ഈ കൊള്ളേൻ്റെ ഇഷ്യൂ എന്ന് ശ്രദ്ധ തിരിക്കാൻ CPM-ന്റെ ഒരു ശ്രമം. ഭരണഘടനാപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള സൂക്ഷ്മത കാണിക്കണമെന്നാണ് മന്ത്രി P. രാജീവ് അഭിപ്രായപ്പെട്ടത്. ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് ചേരിതിരിവുകളിലേക്ക് വഴിതെറ്റാതെ എല്ലാവരും സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു വൈര്യവും രൂപപ്പെടുത്താനുള്ള ശ്രമം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ നിയമാനുസൃതമായിട്ടും ഭരണഘടനാപരമായിട്ടും പരിഹരിക്കാനുള്ള ഒരു സൂക്ഷ്മതയാണ് നമ്മളെല്ലാവരും കാണിക്കേണ്ടത്. വിവിധ വിഭാഗങ്ങളിൽ നിന്നും ഭിന്നിപ്പും വൈര്യവും രൂപപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും P. രാജു പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വിദ്യാഭ്യാസ മേഖലയിലെ വിഷയത്തിനപ്പുറം രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ് ഈ ഹിജാബ് വിവാദം. മന്ത്രി V. ശിവൻകുട്ടിയെ പുകഴ്ത്തുകയാണ് സമസ്ത. മുഖപത്രം സുപ്രഭാതത്തിൽ മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്നാണ്, ഭരണഘടനയും മതേതരത്തെയും ചേർത്തുപിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയതെന്നും സമസ്ത പറയുകയാണ്. അതേസമയം സമസ്തയുടെ അഭിപ്രായം പറഞ്ഞതിന് നന്ദി പറഞ്ഞ മന്ത്രി നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കുന്നു. ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി V. ശിവൻകുട്ടിയെ പ്രശംസിച്ചും പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനെ വിമർശിച്ചുമാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. മന്ത്രി V. ശിവൻകുട്ടിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്നും ഭരണഘടനയെയും മതേതരത്വത്തെയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയതെന്നും തട്ടം കാണുമ്പോൾ മറന്നീക്കുന്ന വർഗീയത എന്ന തലക്കെട്ടോടുകൂടിയ ലേഖനത്തിൽ പറയുന്നു. അതേസമയം ശിരോവസ്ത്രത്തിന്റെ പേരിൽ പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്നത് ഹീനമായ വർഗീയ പ്രചാരണമാണെന്നും ശിരോവസ്ത്ര അവകാശത്തിന് വാദിച്ചവരെ വർഗീയവാദിയാക്കി ചാപ്പകുത്തുന്നുവെന്നും ദിനപത്രത്തിൽ പറയുന്നു. തന്റെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രം, അതും സ്കൂൾ യൂണിഫോമിന് വിരുദ്ധമല്ലാത്ത വിധത്തിലുള്ള തട്ടമണിഞ്ഞു വന്നത് എങ്ങനെയാണ് അപരാധമാവുകയെന്ന ചോദ്യവും ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥയുടെ അഭിപ്രായം പറഞ്ഞതിന് നന്ദിയെന്നും ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി V. ശിവൻകുട്ടി കോഴിക്കോട് പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന അധ്യാപികയാണ് കുട്ടി ഇത് ധരിക്കരുതെന്ന് പറഞ്ഞതെന്നും അതാണ് വലിയ വിരോധാഭാസമെന്നും മന്ത്രി ആക്ഷേപിച്ചു. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കം വഷളാക്കാനില്ലെന്നും സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിവാദം അവസാനിക്കട്ടെ എന്നുമായിരുന്നു മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അമൃത ന്യൂസ്, കോഴിക്കോട്.
പുനഃസംഘടനയിൽ പുകയുകയാണ് കോൺഗ്രസ്. ഒളിയം പെയ്യുകയാണ് നേതാക്കൾ. ഒപ്പം തന്നെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നില്ല ശരിക്കും നേതാക്കൾ. ഷമാ മുഹമ്മദിനും ചാണ്ടിയുമ്മനും പിന്നാലെ മുതിർന്ന നേതാവ് കെ മുരളീധരനും ഈ പുനഃസംഘടനയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. തർക്കങ്ങളൊന്നുമില്ല എന്ന് KPCC അധ്യക്ഷൻ വെറുതെ പറഞ്ഞാൽ അണികൾ അത് അംഗീകരിക്കുമോ? അധ്യക്ഷന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ളൂ എന്ന് കരുതാനാവുമോ? നേതൃത്വം ഒറ്റക്കെട്ടാണ് എന്ന് പല ആവർത്തി പറയുന്ന കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പെന്ന നിർണായക വേളയിൽ പോലും പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി മുതൽ കോൺഗ്രസ് നേതൃത്വം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോരടിക്കുകയാണ്. VD സതീശൻ ഷാഫി പറമ്പിൽ ചേരിയിലുണ്ടായ വിള്ളൽ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കലഹമായി മാറി. അത് കെട്ടടങ്ങും മുമ്പേ KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലി പുതിയ പൊട്ടിത്തെറി ഉടലെടുക്കുന്നു. കലഹം ഒഴിവാക്കാൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയാണ് ജംബോ പട്ടിക പുറത്തു വന്നതെങ്കിലും ഒഴിവാക്കപ്പെട്ടവർ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. FB പോസ്റ്റിട്ട് ഷമാ മുഹമ്മദ് ആദ്യം രംഗത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാത്തതിൽ നേതൃത്വത്തിനെതിരെ ക്ഷമ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. യോഗ്യതയാണോ മാനദണ്ഡമെന്ന ചോദ്യം പട്ടിക പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്ഷമ ഉന്നയിച്ചു. പിന്നാലെ ചാണ്ടിയുമ്മനെ ഒഴിവാക്കിയതിൽ ചാണ്ടി അനുകൂല വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തി. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ചാണ്ടിയെ നേതൃത്വം മനഃപൂർവ്വം തഴഞ്ഞുവെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം AICC ദേശീയ സെല്ലിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലെ അമർഷം കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയ ചാണ്ടി ഉന്നമിട്ടത് KC വേണുഗോപാലിനെയും VD സതീശനെയുമാണ്. പിന്നാലെ K മുരളീധരനും താൻ മുന്നോട്ട് വെച്ച പേരുകൾ ഒഴിവാക്കിയതിലെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. K കരുണാകരന്റെ കാലം മുതൽ ഒപ്പമുണ്ടായിരുന്ന മരിയാപുരം ശ്രീകുമാറിനെയും KM ഹാരിസിനെയും ഉൾപ്പെടുത്താത്തതിൽ പക്ഷെ വിയോജിപ്പ് പരസ്യപ്പെടുത്താൻ തൽക്കാലം മുരളീധരൻ തയ്യാറാകുന്നില്ല എന്നു മാത്രം. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. കാര്യമായ അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും 39 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി KPCC സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടന വൈകുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ പാർട്ടി സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയെന്ന സ്വന്തം പരാമർശത്തിൽ വിശദീകരണം നൽകുകയാണ് ചാണ്ടിയുമ്മൻ. താൻ ഇതുവരെ പറയാത്ത ഒന്നും ഇന്നലെ പുതുതായി പറഞ്ഞിട്ടില്ല. പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞത്. പാർട്ടിയാണ് വലുത്. അബിനും അത് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞതെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. ഞാനെന്താ പറഞ്ഞു? ഇതുവരെ പറയാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഇതുവരെ പറയാത്ത ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാനെന്താ പറഞ്ഞ? പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾ വേറൊരു സെൻസ് അതിന് കൊടുത്തു. ചിലര് സോഷ്യൽ മീഡിയയിൽ അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി എന്നോട് ചെയ്യുന്നത് വീണ്ടും ആവർത്തിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ എന്താ? അങ്ങനെ വേദന എനിക്കുണ്ട്. പക്ഷെ ആ വേദന ഉണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത്. ശ്രീ അബിനും മനസ്സിലാക്കണം, പാർട്ടിയാണ് വലുത്. പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങള് KPCC പുനഃസംഘടന കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഇന്ന് മറുപടി നൽകിയില്ല. KPCC ആണോ പട്ടിക തയ്യാറാക്കിയതെന്ന ചോദ്യത്തിനും മൗനം പാലിച്ചു. നിലവിലെ പട്ടികയിൽ തീരുമാനം പാർട്ടിയും ദേശീയ നേതൃത്വവും ചേർന്നെടുത്തതാണ്. സെക്രട്ടറിമാരെ ഇനിയും അനൗൺസ് ചെയ്യാനായിട്ടില്ല എന്നതിൽ വിഷമമുണ്ട് എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. അല്ല, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. മുൻ DCC പ്രസിഡന്റുമാരായിരുന്നവരെ എല്ലാതിൻ്റെ നോംസ് അനുസരിച്ച് വെച്ചു. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം. ഞാനതിലൊരു കമൻറ്റും പറയുന്നില്ല. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം അതിന് KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ജോസ് വെള്ളൂരിനെ KPCC ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഒളിയം പെയ്യുകയാണ് K മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതാണല്ലോ, അപ്പോൾ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. പിന്നെ അത് ഫൈനലാണ്. അതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ചയുടെ ആവശ്യമില്ല. ഈ ക്ഷേമ അടക്കമുള്ളവരെ ഒരു എതിർപ്പൊക്കെ ആയിട്ട് വന്നിട്ട് അവർ ഉൾപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് ഒരു പട്ടിക അംഗീകരിച്ചു. ആ പട്ടിക അതാണ് അതിന്റെ തീരുമാനം. ജോസ് വള്ളൂർ ആ ഇതിലേക്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനെന്താ അദ്ദേഹത്തിന് പുറത്താക്കിയതാണ്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം സഹായിച്ചവരാണല്ലോ ഇലക്ഷൻ. അതുകൊണ്ട് പിന്നെ സഹായിച്ചവരാണ്. അതെ, സഹായിച്ചു.